കാറ്റായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 22 പറയുന്നത് പോലെ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അതെ, പുത്തൻ അനുഭവം, പുത്തൻ പ്രതീക്ഷ, അതിൻ്റെ അടയാളമാണ് ഈ ദിവസം നമുക്ക് കിട്ടിയത്. വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ് അതിൻ്റെ പിന്നിൽ. അസ്തമിക്കാത്ത സ്നേഹം, അവസാനിക്കാത്ത കരുണ. ഇന്നലെ ഉറങ്ങാൻ കിടന്നവരിൽ എത്ര പേർക്ക് ഈ പ്രഭാതം കാണാൻ കഴിയാതെ പോയി? നമുക്ക് വാസ്തവത്തിൽ കഴിഞ്ഞത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. ഒരു ദിവസത്തെ ഒരായുസിൻ്റെ ഒരു ചെറിയ ഒരംശം കൂടി നമുക്ക് നീട്ടി തന്നിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാം. നന്ദി പറയാനല്ലാതെ മറ്റൊന്നിനും നമുക്ക് സാധിക്കില്ല. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ കരുണയുടെ അനുഭവത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിക്കാം നമുക്ക്. ഇന്നലെ അത് കഴിഞ്ഞുപോയി. നാളെ നമുക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ കയ്യിലുള്ളത് ഇന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ദൈവത്തോടു കൂടി ആരംഭിക്കാം, ദൈവത്തോടു കൂടി പൂർത്തിയാക്കാം. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഈ പ്രഭാത വിരുന്നിലേക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്കിന്ന് പ്രത്യേകമായിട്ട് എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മയക്കുമരുന്നിനും മദ്യത്തിനും അടിപ്പെട്ട് വിശ്വാസം ക്ഷയിച്ചു പോകുന്ന യുവാക്കന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്, യുവതികളുടെയും. നമുക്ക് അങ്ങനെയുള്ളവരെ സമർപ്പിച്ച് അവരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ വെച്ചിട്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കേൾക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ വചനം ഞങ്ങളിലേക്ക് അയക്കണമേ. അവിടുത്തെ ദാസർ ഇതാ ശ്രവിക്കുന്നു. വചനം മാംസം ധരിക്കുന്നതിന് മുമ്പ് മുന്നോടിയായി പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ കർത്താവെ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അങ്ങ് അരുളി ചെയ്താലും അങ്ങയുടെ ദാസർ ശ്രവിക്കുന്നു. ഇതാ അങ്ങയുടെ ദാസർ, ഞങ്ങളിൽ ചൊരിയപ്പെടുന്ന വചനം 100 മേനി 30 മേനി 60 മേനി ഫലങ്ങൾ ചൂടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ലല്ലോ. ഞങ്ങൾക്ക് ലഭിക്കുന്ന വചനത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള വലിയ കൃപ തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പരിമളത്തിനുറവയാം
നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 31 മുതലുള്ള വചനങ്ങളാണ്. അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന് മാത്രമല്ല സർവ്വജീവജാലങ്ങൾക്കും ആവശ്യമുള്ളതും എന്നാൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുമായ വലിയ ഒരു നന്മയെക്കുറിച്ചാണ് യേശു പറയുന്നത്, സ്നേഹം. എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹിക്കണമെന്നും സ്നേഹിക്കപ്പെടണമെന്നുമുള്ള ദാഹം മനുഷ്യൻ്റെ ശക്തമായ ഒരാവശ്യമാണ്. സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനുമുള്ള ആഗ്രഹം, അത് നിറവേറ്റപ്പെടുന്ന ഇടമാണ് വാസ്തവത്തിൽ സ്വർഗതുല്യമായ ഒരു അനുഭവമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് അതാണ്. ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ആ വലിയ ഒരു അനുഭവം, അതാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. സ്നേഹിക്കാൻ ആരുമില്ല, എനിക്കാരുമില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നതാണ് വാസ്തവത്തിൽ ഏതൊരു കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന വ്യക്തികളുടെ പിന്നിലുള്ളത്. സ്നേഹം കുഞ്ഞുനാളിൽ തൊട്ട് കിട്ടി വളർന്നു വന്ന ഒരാൾ ഒരിക്കലും കുറ്റവാളിയാവില്ല. മൃഗങ്ങൾക്ക് പോലും, വളർത്തുമൃഗങ്ങളെ പ്രത്യേകിച്ച് നമുക്കറിയാം, അവരെ സ്നേഹിച്ചാൽ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്ന ഒരു അനുഭവമാണ്. അവരുടെ സ്നേഹം ഒരിക്കലും കലർപ്പില്ല, മനുഷ്യരുടെ സ്നേഹം പോലെയല്ല. പ്രത്യേകിച്ച് പട്ടിയുടെ സ്നേഹം, അത് പേ പിടിച്ചില്ലെങ്കിൽ അത് ഒരിക്കലും കാപട്യമില്ല പട്ടിയുടെ സ്നേഹത്തിന്. അതിനേക്കാൾ ശുദ്ധമാണ് ദൈവം നമുക്ക് നൽകുന്ന സ്നേഹം. ദൈവം നമുക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ നല്ലവരായതുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്, ദൈവം നല്ലവനായതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് ഇവിടെ. അപ്പോൾ നമുക്കറിയാം, ഈ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള സാഹചര്യം ഇല്ലാത്തടമാണ് നരകം എന്ന് പറയുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദത്തെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറഞ്ഞല്ലോ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. കാരണം എന്താ? അവന് സ്നേഹിക്കാൻ ആൾ വേണം, അവൻ സ്നേഹിക്കപ്പെടണം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുക എന്നുള്ളത് മനുഷ്യൻ്റെ ദാഹമാണ്. അത് പൂർത്തീകരിക്കുന്നത് വരെ ജീവിതത്തിന് അർത്ഥമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഏകനായിരിക്കുന്നത് നല്ലതല്ല, ജീവിത പങ്കാളിയെ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബജീവിതത്തിലായാലും സമൂഹത്തിലായാലും നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാകുന്നത് സ്നേഹം കൊടുക്കുമ്പോഴാണ്. നമുക്ക് കുറ്റം പറഞ്ഞോ കേസ് കളിച്ചോ വഴക്കുണ്ടാക്കിയോ ഒരാളുടെ സ്നേഹം നേടാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ബന്ധങ്ങൾ ശരിയാക്കാൻ പറ്റില്ല. ഇപ്പം ചിലപ്പോഴൊക്കെ ചില ഭർത്താക്കന്മാരുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. അതല്ലെങ്കിൽ മറ്റ് പല മധ്യസ്ഥന്മാരെ വിളിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ അത് ചിലപ്പോഴൊക്കെ ഉപകാരപ്പെടും. എങ്കിൽ തന്നെയും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ കേസ് കളിച്ചും കുറ്റപ്പെടുത്തിയും വഴക്കുണ്ടാക്കിയും ഒരാളുടെ സ്നേഹം നമുക്ക് വാങ്ങാൻ പറ്റില്ല. സ്നേഹം കൊടുക്കുമ്പോഴേ സ്നേഹം കിട്ടുള്ളൂ. കൊടുക്കുന്ന സ്നേഹമേ കൊടുക്കുന്ന അളവിലേ കിട്ടുള്ളൂ.
എടുക്കുന്ന സ്നേഹമാണ് പലപ്പോഴും നമുക്കുള്ളത്. ഇങ്ങോട്ട് കിട്ടുക. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ എത്ര പേര് ആ സ്നേഹം കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് വിഷയം. എടുക്കുന്ന സ്നേഹമല്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് പല ആളുകൾക്കും സ്നേഹത്തിൻ്റെ പിന്നിൽ സ്വാർത്ഥ താല്പര്യങ്ങളാണെങ്കിലോ അത് ഒറിജിനൽ സ്നേഹമല്ല, പ്ലാസ്റ്റിക് സ്നേഹമാണ്. കാണുമ്പോൾ ഒറിജിനലാണെന്ന് തോന്നും. ചിലരൊക്കെ ഈ ബിസിനസ്സുകാരൊക്കെ ചിരിച്ച് കാണിക്കുമ്പോഴും ബാങ്കുകാരും ഒക്കെ പണം ഡിപ്പോസിറ്റ് ചെയ്യാനും സ്വീകരിക്കാനും വരുമ്പോൾ അവർ ചായ വാങ്ങിച്ചു തരുന്നതൊക്കെ നമ്മളുള്ള സ്നേഹം കൊണ്ടാണല്ലോ. കാര്യം കാണാനുള്ള സ്നേഹമാണ്. അതല്ല യഥാർത്ഥ സ്നേഹം. സ്വാർത്ഥതയിൽ പ്രേരിതമായ സ്നേഹം ഒറിജിനലല്ല. അതാണ് നമുക്ക് വേണ്ടത്, ഒറിജിനൽ സ്നേഹം. ദൈവം സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞല്ലോ, ഞാൻ പുതിയ ഒരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. കൽപ്പന പുതിയതാണോ? യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. പ്രിയപ്പെട്ടവരെ, കൽപ്പന പുതിയതല്ല, പക്ഷേ ശൈലിയാണ് പുതിയത്. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുക, നിന്റെ ശത്രുവിനോട് ക്ഷമിക്കുക. പുതിയ ശൈലി. 1 മൈൽ ദൂരം നിന്നോട് കൂടെ നടക്കാൻ ആവശ്യപ്പെടുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരൊന്ന് ഒഴിഞ്ഞു മാറരുത്, അവന് കൊടുക്കുക, തിരിച്ചു ചോദിക്കരുത്. അതാണ് പുതിയ ശൈലി. ഈ പുതിയ ശൈലി, സ്നേഹത്തിൻ്റെ പുതിയ ശൈലിയാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ തന്നത്. എന്നിട്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ഈ സ്നേഹത്തിൻ്റെ കുറവാണ് ഇന്ന് കുടുംബങ്ങളിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും എല്ലാം കാണുന്ന ഒരു സംഗതി ഇത് തന്നെയാണ്. ഇപ്പോൾ ചിലപ്പോൾ കുടുംബങ്ങളിലൊക്കെ പ്രായമായ ആളുകൾ അൺവാണ്ടഡായിട്ട്, എന്നെ ആർക്കും വേണ്ട, ഈ ഉപയോഗം കഴിഞ്ഞ വസ്തു പോലെ വലിച്ചെറിയുന്ന സംസ്കാരം അത് ഇന്ന് പല കുടുംബങ്ങളിലും ഉണ്ട്. സ്നേഹശൂന്യമായ അനുഭവം, വീഞ്ഞു തീർന്നു പോകുന്ന കാനായിലെ കുടുംബത്തിലെ അവസ്ഥ, സഹകരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, കരുതലിൻ്റെ, പരിഗണനയുടെ, മനസ്സിലാക്കലിൻ്റെ ഒക്കെ കൽഭരണി ശൂന്യം. അവിടെയാണ് വാസ്തവത്തിൽ നരകതുല്യമായ ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഈ മാതാപിതാക്കൾ മക്കളെ വളർത്തി വലുതാക്കി കയ്യിലുള്ള വസ്തുവകകളും എല്ലാം അവരുടെ പേരിൽ എഴുതി വെച്ച് കഴിയുമ്പോൾ വിധം മാറി ആ മക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന വല്ല വൃദ്ധമന്ദിരത്തിലും കൊണ്ടുവിടുന്ന മക്കളുടെ അനുഭവം ഇന്ന് അത്തരം സംഭവങ്ങൾ കൂടുകയാണ്. ഏകസ്ഥരായിട്ടുള്ള സ്ത്രീകളെ, പ്രത്യേകിച്ച് അമ്മായിമാർ, നാത്തൂമാർ, അല്ലെങ്കിൽ പ്രായമായ അമ്മമാരൊക്കെ തന്നെയാണെങ്കിലും കുഞ്ഞുങ്ങളുടെ വളർത്തലിനും മറ്റു കാര്യങ്ങൾക്കും വിദേശത്തൊക്കെ ആവശ്യം വരുമ്പോൾ കൊണ്ടുപോകും. അവരെ കൊണ്ടുപോകാനുള്ള കൊതി കൊണ്ടല്ല, കുഞ്ഞുങ്ങളെ നോക്കാൻ ആൾ വേണം. ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന അനുഭവം യഥാർത്ഥ സ്നേഹമാണോ അത്? ആ ഒറിജിനൽ സ്നേഹത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഇവിടെ പറയുന്നുണ്ട്. കർത്താവിനെ സ്നേഹിച്ചത് എങ്ങനെയാണ്? കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചത്? ദൈവം എങ്ങനെയാണ് ഓരോ മനുഷ്യനെയും കാണുന്നത്? സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് കൃത്യമായിട്ട് യേശയ്യാ 43:4 പറയുന്നുണ്ട്. അതെന്താണ്? നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. അപ്പോൾ നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനാണ്. വിലയുള്ളവരായി നമ്മെ ഓരോരുത്തരെയും ദൈവം കാണുന്നു. പ്രിയങ്കരനായി കാണുന്നു, അല്ലെ പ്രിയങ്കരിയായി കാണുന്നു. ബഹുമാന്യനായി കാണുന്നു, അല്ലെങ്കിൽ ബഹുമാന്യയായി കാണുന്നു. സ്നേഹത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ഈ ഒരു മനോഭാവം ഇല്ലാത്ത സ്നേഹമൊന്നും ഒറിജിനലല്ല. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കൊറിന്ത്യരിലെ 13 സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതാണ്, അത് അസൂയപ്പെടുന്നില്ല, കലഹിക്കുന്നില്ല, വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല. എത്രയോ കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ സ്നേഹം ഒറിജിനലാണോ? വിലയിരുത്തി നോക്കാം. കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയണം. നമ്മൾ പലപ്പോഴും എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ലെന്ന് പറയും. നമ്മൾ കൊടുക്കുന്നുണ്ടോ എല്ലാവർക്കും? കൊടുത്താലേ കിട്ടുള്ളൂ, കൊടുക്കുന്ന അളവിലേ കിട്ടുള്ളൂ. അപ്പോൾ
യേശുവിലൂടെ ദൈവം നമുക്ക് നൽകിയത് ഈ പറഞ്ഞ സ്നേഹമാണ്. ഈ സ്നേഹമാണ് യേശുവിലൂടെ നമുക്ക് ലഭിച്ചത്. അപ്പോൾ ദൈവം എങ്ങനെ വിലയുള്ളതായി കണ്ടു, അതുപോലെ തന്നെ യേശു വിലയുള്ളതായി നമ്മളെ കണ്ടു. മനുഷ്യാവതാരം തന്നെ അത് തന്നെയാണല്ലോ. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് യേശു പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ആ സ്നേഹം തന്നെയാണ്. വിടവാങ്ങൽ സന്ദേശമാണ്. വളരെ വികാരനിർഭരമായ വിടവാങ്ങൽ സന്ദേശം പോവുകയാണ്. അവസാനമായിട്ട് ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അത് കുരിശിൽ തെളിയിച്ചു. ഒറ്റുകാരനാണെന്ന് അറിഞ്ഞിട്ട് അവൻ ആദ്യ കുർബാന അവന് തന്നെ കൊടുത്തിട്ട്, ഏറ്റവും ആദ്യം കൊടുത്തിട്ട് പുറത്തേക്ക് വിട്ടു. അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പറയുന്നത്, അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ ഇപ്പോൾ മഹത്വപ്പെട്ടിരിക്കുന്നു. എന്നിട്ടാണ് കർത്താവ്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരമുള്ള നിങ്ങളുടെ സ്നേഹം കണ്ട് മറ്റുള്ളവർ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ സ്നേഹത്തിൻ്റെ ജീവിതമാണ്. ഇതാണ് നമ്മൾ പലപ്പോഴും അത് സ്വാർത്ഥതയിൽ നിന്ന് ആ സ്നേഹം മലിനമാക്കി കളയുന്ന അനുഭവമാണ്. അവസാനത്തെ അത്താഴത്തിന് കർത്താവിൻ്റെ ആ സ്നേഹം മുഴുവനും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിലൂടെ കാണിച്ചു. പിന്നീട് കുരിശിൽ കണ്ടത് അതിനേക്കാൾ ഏറ്റവും വലിയ അടയാളമാണ്. ക്ഷമിക്കുന്ന സ്നേഹം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് അവർക്ക് വേണ്ടി കരുണ യാചിക്കുന്ന യേശു മരണത്തിന് മുമ്പ്. എന്നിട്ടാണ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ കൊടുക്കുന്നത്. ബലി പൂർത്തിയാകും മുമ്പ് കർത്താവ് പഠിപ്പിച്ചത് മുഴുവനും നിറവേറ്റുകയാണ്. ഈ എങ്ങനെ ഒരു ശിഷ്യന് മറക്കാൻ പറ്റും? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ. അതാണ് പറയുന്നത്. അത് യേശു കാണിച്ചു തന്നിട്ടാണ്. യേശു കാണിച്ചു തന്ന ഇതുപോലെ നമ്മൾ സ്നേഹിക്കണം. അതാണ് യേശു ആവശ്യപ്പെടുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെ അനുഭവം കിട്ടാത്ത ഒരാളും ഉണ്ടാവരുത്. ഒരു ഭാര്യയും സ്നേഹത്തിന് വേണ്ടി കേഴുന്ന ഒരനുഭവം ഉണ്ടാവരുത്. ഭാര്യയ്ക്ക് സ്നേഹവും സുരക്ഷിതത്വവും ഭർത്താവ് കൊടുക്കണം. ഭർത്താവിന് സ്നേഹം കിട്ടണം. അതുപോലെ മക്കൾക്ക് സ്നേഹം കിട്ടണം. മാതാപിതാക്കളുടെ സ്നേഹം മക്കൾക്ക് കിട്ടണം. മക്കളുടെ സ്നേഹം മാതാപിതാക്കൾക്ക് കിട്ടണം. ചിലപ്പോഴൊക്കെ പ്രായമായ മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി ജീവിതം എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഏറ്റവും അവസാനം ഈ ടാറിങ് കഴിഞ്ഞ യന്ത്രം വഴി കിടക്കുന്നത് പോലെ, ആർക്കും വേണ്ടാത്തതുപോലെ കിടക്കുന്ന അനുഭവം ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് കളഞ്ഞ, ഉപയോഗം കഴിഞ്ഞ വസ്തു പോലെ വലിച്ചെറിയുന്ന അനുഭവം. അത് നമ്മുടെ കുടുംബങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഐ ആം വാണ്ടഡ്, എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നത്തക്ക വിധത്തിൽ സ്നേഹം കൊടുക്കാൻ കഴിയണം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ. ആ ഒരു പ്രാർത്ഥന നമ്മൾ ബോധപൂർവം ചൊല്ലണം. അതിൽ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ ആഹാരത്തിന് പകരം വേറൊരു വാക്ക് കൂട്ടിച്ചേർത്ത് ദിവസവും പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. പകരം പ്രാർത്ഥിക്കണം. അത് ഉപേക്ഷിക്കാനല്ല. ഒരു സ്വർഗസ്ഥനായ പിതാവേ, അന്നന്ന് വേണ്ട സ്നേഹം ഞങ്ങൾക്ക് ഇന്നും നൽകണമേ. അത് പ്രാർത്ഥിക്കാൻ കഴിയണം. സ്നേഹം നഷ്ടപ്പെടാനിടവരരുത് കുടുംബങ്ങളിൽ നിന്ന്. കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം വരരുത്. കുഞ്ഞുങ്ങൾ വഴിവിട്ടു പോകുന്നത് ആ അനുഭവത്തിലൂടെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ഒരിക്കലും നമുക്ക് മുടക്കാതിരിക്കാം. സ്നേഹമെന്ന് പറയുന്നത് സ്വയം മറന്ന് കൂടെയുള്ളവരെ ഓർക്കുന്നതാണ്. അതാണ് യേശു ചെയ്തതും. യേശു തന്നെ മറന്നു മറ്റുള്ളവർക്ക് വേണ്ടി, സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനൊക്കെ വലിയ സ്നേഹമില്ല. അത്രയും വലിയ ഉത്കൃഷ്ടമായ മാതൃകയെ കർത്താവ് കാണിച്ച് എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ
ഞങ്ങളെല്ലാം പിതാവായ ദൈവമേ, നീ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ച പരമപിതാവേ, സ്നേഹം കൊടുക്കലാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. കർത്താവെ, ഞങ്ങൾക്ക് പലപ്പോഴും സ്വീകരിക്കാനാണ് മനസ്സ്, കൊടുക്കാൻ ഞങ്ങൾ പിന്നോട്ടായി പോകുന്നു. ദൈവമേ, അവിടുത്തെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ. സ്വയം മറന്ന് മറ്റുള്ളവരെ ഓർക്കാൻ സഹായിക്കണമേ. മറ്റുള്ളവരെ വിലയുള്ളതായി, ബഹുമാന്യരായി, പ്രിയങ്കരായി കാണാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള ശ്രദ്ധ, പരിഗണന, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള നല്ല മനസ്സ്, അത് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കർത്താവെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ എല്ലാ വിശുദ്ധാത്മാക്കളെ, സകല വിശുദ്ധരെ, ഇടവക മധ്യസ്ഥരായ വിശുദ്ധാത്മാക്കളെ, കാവൽ മാലാഖമാരെ ഞങ്ങൾക്കായി ദൈവത്തിൻ്റെ അടുക്കൽ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഞാൻ നൽകുന്ന സമാധാനം ലോകം നൽകുന്നത് പോലെയല്ല എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. സമാധാനം, സന്തോഷവും സ്നേഹമുള്ളിടത്ത് നിലനിൽക്കും. അപ്പോൾ കർത്താവിൻ്റെ ആ സമാധാനം നമ്മളിൽ, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ നിലനിൽക്കുവാൻ സ്നേഹം നമുക്ക് പരിശീലിക്കാം. കർത്താവിൻ്റെ സമാധാനം നമുക്ക് സ്വീകരിക്കാം, ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് ഭക്തിപൂർവ്വം തല കുമ്പിട്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ ലോകം മുഴുവനുമുള്ള എല്ലാ സഭാംഗങ്ങളോടും ചേർത്ത്, സഭയോട് ചേർന്ന്, മാർപ്പാപ്പായോട് ചേർന്ന്, കർദിനാളന്മാരോടും മെത്രാന്മാരോടും മെത്രാപ്പൊലീത്തമാരോടും ചേർന്ന്, സഭയിലെ എല്ലാ വൈദികരോടും സമർപ്പിതരോടും ചേർന്ന്, എല്ലാ ആത്മായ സഹോദരങ്ങളോടും ചേർന്ന് ഈ സമാധാനം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രാർത്ഥന സമാപിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒരു ജപമാല ചൊല്ലി നമ്മൾ ഇന്ന് നിയോഗം വച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി കാഴ്ചവെക്കാം. പ്രത്യേകിച്ച് എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. ഒരു ജപമാല ചൊല്ലാം. മരിയൻ കൂടാരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ ശുശ്രൂഷകളോടും ചേർത്ത് ഇത് നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകൂടി ഓർക്കണേ, ഗുഡ്നസ് TV-യുടെ വിജയത്തിന് വേണ്ടി, ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിന് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിവസം ഏറ്റവും ദൈവാനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.